മോളെ, വല്ലാതെ ദാഹിക്കുന്നു. കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരും. ചായ തരട്ടെ? വേണ്ട, അല്പം നാരങ്ങ വെള്ളം കിട്ടിയാൽ മതി. ഇതാ ഇപ്പൊ കൊണ്ടുവരാം. ഇതിനേക്കാൾ മൂർച്ചയുള്ളതില്ലേ? ഇല്ല. അമ്മാവാ, ഈ വെട്ടുകത്തിയുമായിട്ട് എങ്ങോട്ടാ? അത് ഒരു പാഴ്മരം വെട്ടിക്കളയാനാ കുഞ്ഞെ. ഇനി അതവിടെ നിൽക്കുന്നത് നല്ലതല്ല. ആരാ മോളെ അത്? ഇവിടുത്തെ തോട്ടക്കാരനാ. തന്റെ പേരെന്താ? തോട്ടക്കാരനെന്ന് വിളിച്ചാ മതി. നാടെവിടെയാ? കുറച്ച് വടക്ക. ഇതിനു മുൻപ് എവിടെയാ ജോലിക്ക് നിന്നത്? ഒരു വലിയ മുതലാളിയുടെ കൂടെയായിരുന്നു. പിന്നെന്താ അവിടെ നിന്ന് പോന്നത്? ഒരു ദൈവത്തെ പോലെ ഞാൻ അയാളെ സ്നേഹിച്ചു, വിശ്വസിച്ചു. രാപകലില്ലാതെ അയാളുടെ നന്മയ്ക്ക് വേണ്ടി പണിയെടുത്തു. പക്ഷേ ഒടുവിൽ അയാൾ എന്നെ ചതിച്ചു. അമ്മാവാ, ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ കുഞ്ഞെ? ഈ ഫോട്ടോകൾ തുടച്ച് വൃത്തിയാക്കി അവിടെ വെച്ചാട്ടെ. ശരി കുഞ്ഞെ. അച്ഛന്റെ ഫോട്ടോ എടുത്തിട്ട് പഠിച്ചിരിക്കുന്നു. ഇന്ന് ഇവിടുന്ന് പോയിക്കോളാം. അയാൾ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ, കയ്യിൽ നിന്ന് അറിയാതെ വീണതായിരിക്കും. ഈ ചിലമാരെ പുറത്തുകളഞ്ഞേക്കോ. വരൂ വരൂ ചേട്ടാ. അമ്മാവാ, എന്താ കുഞ്ഞെ? ഇതാ 50 രൂപയുണ്ട്. ഇതെന്തിനാ കുഞ്ഞെ? ജോലി ചെയ്തതിനുള്ള കൂലിയെ വെച്ചോളൂ. എനിക്കെന്തിനാ കുഞ്ഞെ പണം? ആഹാരവും കിടക്കാൻ സ്ഥലവും ഇവിടെ ഉണ്ട്. ഈ രൂപ ആർക്ക് കൊടുക്കാനാ? കയ്യിൽ വെച്ചോളൂ, എന്തെങ്കിലും ആവശ്യത്തിന് ഉപകരിക്കും. നേരാണോ സാറേ പറയുന്നത്? ആദ്യം ഞാൻ ജയസാറിനെ കോടതി വെച്ച് കണ്ടപ്പോഴാണ് വിവരങ്ങളൊക്കെ അറിയുന്നത്. അവര് കല്യാണം കഴിച്ച് സന്തോഷമായി ജീവിക്കുന്നു. ദൈവമേ, എന്റെ ശാരദ ജീവിച്ചിരിക്കുന്നത് കേട്ടല്ലോ. എനിക്കതിനേക്കാൾ സന്തോഷമില്ല സാറേ. ഉറുപ്പ് സാർ അവിടം വരെ ഒന്ന് പോയി ശാരദയെ കാണണം. ഞാൻ പോകും സാറേ, തീർച്ചയായിട്ടും പോകും. ആ തോട്ടക്കാരൻ അമ്മാവൻ ഊണ് കഴിച്ചോ? രാവിലെ പുറത്തേക്ക് പോയതാ, ഇതുവരെ മണ്ണിലെ കൊച്ചമ്മേ.
അപ്പോ ശമ്പളവും വാങ്ങി ആള് സ്ഥലം വിട്ടതായിരിക്കും. ഒരക്ഷരം മിണ്ടാതെ പൊയ്ക്കളഞ്ഞല്ലോ. കുഞ്ഞേ, അമ്മാവൻ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ ടൗൺ വരെ ഒന്ന് പോയതാ കുഞ്ഞേ. എന്തിനാ? ഒരു സാധനം വാങ്ങാൻ. ഇതാ എന്താ ഇത്? ഒരു സാരിയാ. കുഞ്ഞു തന്ന രൂപ കൊടുത്ത് വാങ്ങിയതാ. ആർക്കാ ഇത്? കുഞ്ഞിന് തന്നെ. എനിക്കോ? അതെ കുഞ്ഞേ. എനിക്ക് വേണ്ട മാവ. കുഞ്ഞേ, എന്റെ എന്തെങ്കിലും കൈനീട്ടി വാങ്ങാൻ ഈ ഭൂമിയിൽ ആരുമില്ല. കുഞ്ഞ് എനിക്കെന്റെ സ്വന്തം മോളെ പോലെയാ. ഇത് വേണ്ടെന്ന് പറയരുത്. കുഞ്ഞിന് ഇഷ്ടപ്പെട്ടോ? കൊള്ളാം, നല്ല സാരി. ഇനി പോയി ഊണ് കഴിക്കൂ. രാത്രിയിൽ പോയാൽ ഇനി എപ്പോഴാ വരുന്നത്? ചിലപ്പോ 10-12 മണി കഴിയും. നീ കിടന്ന് തുടങ്ങിക്കോ. അച്ഛന് പാൽ കൊടുത്തോ? ഇല്ല, മരുന്ന് കൊടുത്തിട്ട് കൊടുക്കാം. താനെന്തിനീ മുറി കയറി? ഞാൻ മുതലാളി വിളിച്ചു എന്ന് തോന്നി. മോനെ, ആരാ അത്? ഇവിടുത്തെ തോട്ടക്കാരനാ. അച്ഛൻ ഇയാളെ വിളിച്ചോ? ഞാൻ വിളിച്ചില്ലല്ലോ. തന്നോട് പുറം ജോലികൾ ചെയ്താൽ മതി എന്നല്ലേ പറഞ്ഞത്? മേലാളി ഈ മുറി കിടന്നു പോരുത്. പോർത്ത്. അച്ഛനിപ്പോൾ മുമ്പലത്തേക്കാൾ സുഖം തോന്നുന്നില്ലേ? ഇവിടെ വന്നതേ പിന്നെ എനിക്ക് വളരെ വ്യത്യാസമുണ്ട് മോളെ. 2-3 മാസങ്ങൾക്കുള്ളിൽ അച്ഛന് നന്നായിട്ട് നടക്കാൻ കഴിയുമെന്നാ ഡോക്ടർ പറഞ്ഞത്. തണുത്ത കാറ്റടിക്കുന്നുണ്ടല്ലോ മോളെ. അച്ഛന് കുളിരുന്നുണ്ടോ? ഇല്ല. ഞാൻ ആ ഷാൾ എടുത്തോണ്ട് വരാം. ആളെവിടെ? ആരാത്? ആരാണെന്നാ ചോദിച്ചത്?
ശാരദയെ കണ്ടിട്ട് മച്ചാം. ശാരദ സുഖമായിട്ട് കഴിയുന്നെന്ന് ഞാൻ പറഞ്ഞ വിശ്വാസമല്ലേ? ശാരദയെ നിങ്ങൾ മാത്രം കണ്ടാ മതിയോ? അവൾ നമ്മെ നല്ലേ കാണണ്ടേ? കള്ള സുഖമില്ലാതെ കിടപ്പ. ശരി, നമുക്ക് വീട്ടിലേക്ക് പോകും. യമനെ മുതലേ തോട്ടക്കാരൻ കടത്തിക്കൊണ്ട് പോയി. കൊച്ചമ്മ പുറകെ ഓടിയിരിക്കുക. നിർത്തേണ്ട സ്ഥലമായിട്ടില്ല. അച്ഛാ, അച്ഛാ, ഞാനോ? നിന്റെ കാലേ? എന്റെ മോളെ എനിക്ക് നഷ്ടപ്പെട്ടത് നീ കാരണമാണ്. എന്റെ ഭാര്യയെ കൊന്നത് നീയാണ്. എന്നെ ജയിലിൽ അയച്ചതും നീയാണ്. ഇപ്പൊ നിനക്കെന്നെ മനസ്സിലായോടാ? ഞാൻ ഡ്രൈവർ ഭാസ്കരനാണ്. പരമദ്രോഹി, നിനക്ക് വേണ്ടി വർഷങ്ങളോളം പണിയെടുത്ത ഡ്രൈവർ ഭാസ്കരൻ. നിന്റെ മാളികയേക്കാൾ 10 ഇരട്ടി ഉയരത്തിലാണ് നിന്നെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തിനാണെന്നറിയാമോ? നിന്നെ കൊല്ലാൻ. ഇവിടുന്ന് താഴേക്ക് വീണ് ചിതറി മരിക്കണം. അതെന്റെ ദേവകിയുടെ ആത്മാവ് കാണണം. ഭാസ്കര, ദൈവത്തെ വിചാരിച്ച് എന്നെ ഒന്നും ചെയ്യരുത്. നിന്നെ വെറുതെ വിട്ടാൽ ദൈവം പോലും എന്നോട് പൊറുക്കില്ല. ഭാസ്കര, ഭാസ്കര, ഭാസ്കര. ഇവിടെ ഞാൻ കൊല്ലുമടി. ഭാസ്കരൻ ഒന്നും ചെയ്യരുത്. ഭാസ്കരൻ ശാരദയുടെ സ്വന്തം അച്ഛനാണ്. ഭാസ്കര, നീ എന്നെ ഏൽപ്പിച്ചിട്ട് പോയാ നിന്റെ മോൾ ശാരദയാണ് നിൽക്കുന്നത്.
എന്റെ പൊന്നുമോളെ, എനിക്ക് മാപ്പ് തരുമോളെ. ഈശ്വരൻ ഇത്രയും കാലം എന്നെ ശിക്ഷിക്കുകയായിരുന്നു. ഭാസ്കര, 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 എന്നെയാണ് ഈശ്വരൻ ശിക്ഷിച്ചത്. എല്ലാ തെറ്റിനും ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്നോട് ക്ഷമിക്കൂ ഭാസ്കര, ക്ഷമിക്കൂ.